ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയേ വാസിഷ്ഠായ നമോ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗംഗണപതേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ. ഓം സംസരസ്വത്യേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമ ശിവായ. ഹര ഹര നമ പാർവതീപദേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. മനോജവം മാരുദ്യതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ആഞ്ജനേയസ്വാമി കി ജയ്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃത പാരിജാതം മാനുഷ്യപത്നേഷു രവിസ്വരൂപം പ്രണതോമി തുഞ്ചത്തെഴുമാര്യപാദം. ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. അങ്കാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു. വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിരുന്നും തരാ പുത്രി എങ്ങുമേ കണ്ടുകെട്ടാകെയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളം ഉൾപ്പുകുഴന്നു നടന്നു. നാമേതുമറിഞ്ഞീല വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ. രാജധാനിക്കു നാം ചെങ്കിലന്നു താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയാ മെന്നെ വധിക്കും അതിനില്ലൊരന്തരം. എന്നിലവനെന്നൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി.
രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി. ദുരാത്മാവിനെന്തരുതാത്തതും പാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങളരിക നീ. ഇന്നു നാം പോന്ന കുഹീലകമ്പുക്കു നന്നായി സുഖിച്ചു വഹിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ. താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടീ വണ്ണം കപികുല പൂങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാദജൻ അങ്കദനെ തഴുകിപ്പറഞ്ഞിടിനാൽ, എന്തൊരു ദുർവിചാരം യോഗ്യമില്ലിതന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസെ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രേക്കാളതിപ്രിയൻ നീ, തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടോ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലാകരുതേതുമേ. നാഗാദിമാത്മജനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തൻ. അജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കാലോ. ഹാനി വരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗകം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞ് ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർമ്മത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോട് ചൊല്ലുവാൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലേർക്കടോ. നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു. ജായാ സകല ജഗന്മോഹകാരണി സീതയാകുന്നത് ലക്ഷ്മണനും. ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷ വേഷമായി വന്നു പിറന്നിതായി ഓദ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രിയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകിയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രപാരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ. പ്രത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി വൃത്തിയിൽ വന്നു പിറന്നിരിക്കുന്നതും. പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശ്വനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടീ വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു
കാശവി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരതി തീരം മനോഹരം പൊക്കു മഹേന്ദ്രചലേന്ദ്രപദം മുത ദുസ്തരമേറ്റഗാതം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യമർക്കട സഞ്ചയം വൃത്താരി പുത്രാത്മജ്ഞാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ചു തന്നോനുമെന്തിന് ചെയ്വതു സന്തതമോർക്ക നാം ഗഹ്വരമ്പൊക്കു പരിശ്രമിച്ച് എത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതാവിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകെട്ടീല. കുത്രയിൽ സുഗ്രീവനും തീഷ്ണതന്ത്രനേത്രേ തുലം നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിച്ചതു മുക്തിക്കു നല്ല നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം ഗർഭപിരിച്ചു കിടന്നതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃദ്രപ്രവരനും പൃഥ്വീധരപ്രവരോർത്തുംഗരൂപനായി ദൃഷ്ട്യാ പരക്കെ കിടക്കും കവികളെ ദൃഷ്ട്യാ പറഞ്ഞിതു. ഗൃദ്രകുലാധിപൻ പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃദ്രവാക്യം കേട്ടു മർക്കടോകം പരിസ്ത്രരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃദ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു. കൽപ്പിതന്മാർക്കു തടുക്കരുതേതുമേ നമ്മാലൊരു കാര്യവും കൃതമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിന്നവനാൽ മരിക്കെന്നും വന്നതു എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കെട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരവാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമ വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളായിരുന്നു പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായകേതുമേ. ഉംബർഗോൻ പൗത്രമൻ പോഴതു കേട്ടു സമ്പാദിതനുടെ മുമ്പിൽ അമ്മാറു ചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം. സംഭാവ്യൻ സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൽ സൂര്യകുലജാതനായ ദശരഥനായ പുത്രൻ മഹാവിഷ്ണു നാരായണൻ. പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരൻ നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതുകാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാ. തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷനും പിരിഞ്ഞ ശോണി ഉത്തിരി കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ ലക്ഷണാതാചരനോട്. ജടായുവാം പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രൻ പതിച്ചാൽ ധരണീതരേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുപരായകെന്നനുഗ്രഹിച്ചാദരാപുത്രിയും തൽപ്രസാദേന പക്ഷേന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായോജ്യം ലഭിച്ചത് ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമന് മർക്കജനോട് അഗ്നിസാക്ഷികാം വണ്ണം സഖ്യവും ചെയ്തു കൊന്നിതു ബാലിയ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൽ. വാനരാധീശ്വരനായ സുഗ്രീവനും
ജാനക തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിനും പോകം നയച്ചിതു ലക്ഷം കപിവന്മാരെ ഓരോരോ ദിശി ദക്ഷിണ ദിക്കുന്നു പോന്നിതു ഞങ്ങളും രക്ഷോഭരണിയും കണ്ടതില്ലെങ്കുമേ 30 നാളിനകത്തു ചെന്നിടായെങ്കിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ പാതാളം ഉൾപ്പുണ്ടു വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടിവലാൽ ഏതെന്നുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ്യ വൃത്താന്തങ്ങളിങ്ങനെയുള്ളൊരു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂട മോദമവനോട് ചൊല്ലിനാൽ ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാനങ് ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടനൻ എന്നുടെ സോദരനായ ഉദകക്രിയക്കെന്നെയെടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിച്ചുദകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കപികളബ്ധി തീരത്തു വെച്ചിടനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായി വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൽ തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാരനെ ജാനകി നക്തഞ്ജരീശ ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. ഗൃദ്ധനാകയാൽ സാമർത്ഥ്യമാർക്കത് കൃതി ലംഘിപ്പതിനവൻ ഭൂമി തനൂജിയെ കൊണ്ടുവരും. ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേരം നിങ്ങൾ കണക്കണമാശു പോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവം ഇതിനു വഴി എന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കും വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദിതനുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറഞ്ഞത് മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡലം പര്യന്തമുൽപ്പതി ചാർത്തമായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേന്തിയും പിടിച്ചതിനു വർഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിന് പിന്നിലാക്കിയേടിനാൽ പക്ഷം കരിഞ്ഞാൻ വീണത് ഭൂമിയിൽ പക്ഷദയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസ് വീഴേൻ അന്തമായി 3 ദിനം കിടന്നിനേൻ. പ്രാണശേഷ തുടർന്നൊരു നേരത്ത് കാണായതു ചിറകും കരിഞ്ഞിങ്ങനെ ദിക്രമം പൂണ്ടു ദേശങ്ങളിയാഞ്ഞു വിഭ്രാന്ത മാനസനായുടന്നങ്ങനെ ചെന്നേൻ. നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗോദയത്താൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ. എന്നോടു പണ്ടു കണ്ടുള്ളൊരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്ത് മൂലമിതാ ആരാലകപ്പെട്ടതു എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനെ ധരിക്കേണ്ട ഉപായം ഇന്നേമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ. കൃത്യം നിനക്കൊത്ത വണ്ണം കൊരുഷ്യ നീ ദേഹം നിമിത്തം ഈ ദുഃഖമറിക നീ. ദേഹം ഓർക്കൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലോ അരഹം ബുദ്ധി കൈകൊണ്ടു മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊരവിദ്യാഭ്യാസമുത്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർക്ക നീ.
ഇച്ഛയോടും സംയുക്തമായി വർത്തന്തേ തപ്തമായുള്ളോരപിണ്ടവൽ സദാതേന ദേഹത്തിന് തദാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയും ഉണ്ടായി വരും അഹന്ത ന്യൂനമാത്മാവിനുമായ ദേഹോഹ വൈദവ്യ കർമ്മകർത്താ അമിഹ്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതേൻ താൽപര്യവാൻ പുണ്യപാപാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണി യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ച് സുഖിച്ചു വാഴും വിധു ഉത്തമാംഗം കൊള്ള വീഴും അതോപവി പുണ്യമൊടുങ്ങിയാൽ ഇതൊന്നു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമോപതിച്ചു ശാല്യാദികളാൽ ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു തേജസ്സായി ചമഞ്ഞതു എന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടും സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്ന കല്ലല മാമേകി വപിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചാരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കതിനെന്നത് മാംസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശീരുതിര പരിപൃക്തമായി വരുമാശു തസ്യാ മംഗലോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചീടു. മംഗുലീയ ജാലങ്ങളും 4 മാസത്തിനാൽ ദന്തങ്ങൾ നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മട്രോപസ്ഥാപി പായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൽ ഗുപ്തന്മാരുടെ ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുട്ടമായിടും ജഡരസ്ഥലാന്തരെ 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ നാവീ സൂത്രാൽപരേന്ദ്രേണ മാതാവിനാൽ സംക്ഷേപമായ ഭുക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യു വരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൽ 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു നിത്യം കുടുംബ ഭരണൈക സന്തക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം വിഷ്ണു സ്മരണവും ചെയ്ത് കൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും കൃഷ്ണ കൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്ന ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേകൽപ്പോടെ എനിക്ക് പുറപ്പെട്ട് കൊള്ളാവു ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിനാൽ 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിന ജീവനും ജാതനാം യോനീരന്ത്രേണ പീഡാന്വിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്ന് ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസകെ നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസ ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹം മൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹാദ്വയൽപരം മേലെ ഇരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികൾ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാൽപ്പച്ചാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാൽ
അവ്യയം ബുദ്ധം പരബ്രഹ്മാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മക മീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവരും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്യാത്മനാ വാഴുക നീ സഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകലോ ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരപുത്രനായി നാരായണ 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 യുഗേ വന്നു നാരായൺ ഭുവി ജാതനായിടും ദശരപുത്രനായി നക്തഞ്ചരേന്ദ്ര നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലൽ ചണ്ടനായുള്ള ദശാസനാം രാവണൻ പുണ്ടരികോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരതീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനക്കെത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തഞ്ഞുങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നത് കാൺകിൽ ചിറകുകൾ പുത്തനാ എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലു മോർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റ് തോന്നീലഹോ നല്ലതു മേന്മേൽ വരണമേ നിങ്ങൾക്കു കല്യാണഗാത്രി കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്കിലർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവരാനിധി കടക്കുന്നു ദേവരും രാമഭാര്യാലോകാനർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകില്ലൊരു ജാതിയും എന്നു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസാം സമുദ്രലംഘന ചിന്ത. പിന്നെ കവിവീരന്മാർ കൗതുകത്തോട് മന്യോന്യമാചു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രാലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവരങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാതെ ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയെ തനൂജമംഗതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൽ, എത്രയും വേഗമലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണ രക്ഷിച്ച് കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരുമൊന്നും പറഞ്ഞിലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൽ, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുചിത്യമാദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി. ചാടാം20എനിക്കെന്നൊരു കവി, 30 ചാടാമെനിക്കെന്നവരനും മപ്പടി 40 മറ്റേവനും. 50, 60, 70 മാമെന്നു
മെൺപതു ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദടമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിൽ ആർക്കും കടക്കാവതില്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നമായി മൂന്നടിയായി അളക്കും വിധോ യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചീടിനേൽ വാർദ്ധകഗ്രസ്തനായേനിതാതിനും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. മജാൽഭജൻ ചൊന്നത് കേട്ടത് ഉത്തരം വൃത്താരിപൗത്രം ചൊല്ലിനാൽ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ടു ഭവാൻ ഇതിനെന്നതെങ്കിലും. മൃത്യുജനങ്ങളായിക്കില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരും. ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിയാൻ. ഹനുമൽ ബലവർണ്ണനം. എന്തു ജഗൽപ്രണനന്ദൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളയോ. കണ്ടീല നീയൊഴിച്ചു മറ്റാരെയും ദാക്ഷായണീ ഗർഭവാസ്ത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മജ നാഗയ്യുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്യഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായ അവനീൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടക്കണ്ടു നീ പൊക്കുമെന്നോർത്തു ഭക്ഷിപ്പാനൊടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിത്തോ പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ നമ്മോട് ഉൽപ്പല സംഭവപുത്രവർഗത്തോടു പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നും കൽപ്പിച്ചതിലിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിയാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറുകയാൽ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലിയ മധുമെന്തിനോർക്ക നീ. ബലവീരവേഗങ്ങൾ വർണ്ണിപ്പതി പ്രപഞ്ചത്തിൽ ആർക്കോ മാമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനു മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൽ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൽ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണകുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരവനിപ്പോഴേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കുടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈ തൊഴുതിയിടുവൻ. രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൽ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം
കാട്ടുവനന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരുകേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൽ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബന്ധ മോദത്തോടിരുന്നിതിക്കാലമേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദം കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. സർവം ശ്രീരാമപാദാരവിന്ദം സമർപ്പയാമി. കായേന വാചാ മനസേന്ദ്രിയാ ബുദ്ധ്യാത്മനാ പ്രകൃതോ സ്വഭാവേത് കരോത്യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശോ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥ്വീ സസ്യശാലിനി. ദേശോയം ശോഭരഹിത ബ്രാഹ്മണാസ്തു നിർഭയാ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിശരണം.